ബീഫ് ഇങ്ങനെ ഉരുളിയിൽ കിടന്ന് തിളക്കണ മണം അത് നമ്മുടെ വികാരമാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഒരു 4-5 കിലോമീറ്ററോളം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോയിട്ടാണ് നമ്മൾ ബീഫ് വാങ്ങിക്കൊണ്ട് വന്നത്. നല്ല ഫ്രഷ്, അതായത് നല്ല ഒറിജിനൽ പോത്ത് കിട്ടും. കുറച്ച് ദൂരം പോയാലും കുഴപ്പമില്ല, 400 രൂപ കൊടുത്തിട്ട് ബീഫ് വാങ്ങണതല്ലേ, അപ്പോൾ നല്ല ബീഫ് തന്നെ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പോയി വാങ്ങിയതാണ്. പിന്നെ അതുപോലെ മോര് കാച്ചുണ്ട്. മോര് തേങ്ങ കരച്ച് വെച്ചിട്ട് അവസാനം കുറച്ച് കടുകും പിന്നെ ഉണക്കമുളകൊക്കെ കൂടി താളിച്ചിട്ടുള്ള നല്ല മോര് കറി, അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചിക്കറി ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ഉണ്ടാവും. അത് ആ കലത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ദിവസം കഴിയും തോറും അത് ടേസ്റ്റ് ഇങ്ങോട്ട് കൂടി വരും. ഇപ്പം നമ്മളെ ബീഫ് കറി അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേ നേരം സ്ലോ കുക്ക് ചെയ്തിട്ടാണ് അടുപ്പത്ത് തന്നെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തീയിൽ വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചോറാണ്. അപ്പോൾ ചോറും ബീഫ് കറിയൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്, കുറേ നാളായിട്ടുണ്ട്. കാരണം എപ്പോഴും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറാണ്. അപ്പം നമ്മളിന്ന് നല്ല കുത്തിരിച്ചോറാണ്, കൂടെ മോര് കറി, പിന്നെ പപ്പടം, പിന്നെ നമ്മളെ ബീഫ് കറി, പിന്നെ സൈഡായിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെ ഇലയും പിന്നെ പരിപ്പും കൂടിയിട്ട്. ഇപ്പോൾ നോൺ വെജൊക്കെ ഉള്ളപ്പോൾ വെജ് നല്ലതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആ ചോറ് വിളമ്പിയിട്ട് അതിലേക്ക് ഓരോ കറികളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. മോരുകറി എടുത്ത്, പപ്പടം, ഇനി ആ ബീഫ് കറി വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉപ്പേരി കുറച്ചിട്ട് നമ്മളെ ചോറിലോട്ട് ഇടാം. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ബീഫിന് എത്രയാണ് റേറ്റ് മേടിക്കുന്നത്? ഇവിടെ 400 ആയിട്ടുണ്ട് ഇപ്പോൾ. കുറച്ച് നാൾ മുമ്പ് 375 ആയിരുന്നു. അത് പിന്നെ കൂടിക്കഴിഞ്ഞാൽ കുറയില്ല. 350, 375, 400 ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനിയും കൂടുമെന്ന് അറിയില്ല. സംഭവം എത്ര കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ബീഫ് ഇഷ്ടമുള്ളവർ വാങ്ങാണ്ടിരിക്കില്ല എന്നുള്ളതാണ് തോന്നുന്നു. അവരിങ്ങനെ നമ്മളെ മുതലാക്കുകയാണോ എന്നറിയില്ല. സംഭവം കുറച്ച് കൂടുതലാണ് ഇവിടെ റേറ്റ്. പല സ്ഥലത്തും ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് 350, 300-നൊക്കെ ഒറിജിനലി ബീഫ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം. ആദ്യം ആ മോരുകറിയും പപ്പടവും കൂട്ടിയിട്ട് ആ ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. സംഭവം മോരുകറിയും പപ്പടം അടിപൊളി കോമ്പിനേഷനാണ്. മോരുകറി പിന്നെ തേങ്ങ അരച്ചിട്ട് വെച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, പ്രത്യേകിച്ച് കുത്തിരിച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ആ ബീഫൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് വയ്ക്കാമല്ലോ. ആ ഇഞ്ചും പുളിയും പിന്നെ അതുപോലെ മോരുകറിയും ബീഫ് കറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. ബീഫ് അടിപൊളിയാണ്, ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമ്മൾ സ്ഥിരം അവിടെ തന്നെയാണ് ഇപ്പോൾ മേടിക്കാറുള്ളത്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇറച്ചി, അധികം ഒരുപാട് നേരം വേവിക്കൊന്നും വേണ്ട, നല്ല പോലെ വെന്ത് കിട്ടും. സംഭവം പൊളിയാണ് കേട്ടോ. നല്ല നെയ്യൊക്കെ ഉള്ള നല്ല ബീഫാണ്. പിന്നെ നമ്മൾ ബീഫിൻ്റെ കൂടെ എല്ല് ഇടിപ്പിക്കും. ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1/2 കിലോ എല്ല് കിട്ടും. അത് നല്ല കടിക്കാനൊക്കെ പറ്റുന്ന എല്ലാണ്. അപ്പം ബീഫിൻ്റെ കൂടെ എല്ലും കൂടി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതും മേടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ കറികളും അടിപൊളിയായിട്ടുണ്ട്. മോരുകറി ആണെങ്കിലും ബീഫ് ആണെങ്കിലും പപ്പടും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് പൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.